വാലും തലയും. സിനിമയിലെ ഒരു ഡയലോഗ് ഒന്ന് പറയാം. അങ്ങനെ ഒരു സിനിമയിലെ കൃഷ്ണൻ രാധയും അതിലൊരു ഡയലോഗ് ഒന്ന് പറയാൻ വേണോ? പിന്നെ തീർച്ചയായിട്ടും നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം തന്നെ രചനയും സംഗീതവും സംവിധാനവും പ്രധാന നടനും ഒക്കെ ആയി തീർന്ന ആ സിനിമ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. അതായത് ലോകത്ത് തന്നെ മലയാളി പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇനിയിപ്പോ ഹിന്ദിയിലും ചെയ്യുന്നുണ്ട്. ഹിന്ദി തമിഴ് വരുന്നുണ്ട്. മലയാളം, ഹിന്ദി, തമിഴ്, ഇന്ത്യയിലെ ഏകദേശം എല്ലാ മേജർ ലാംഗ്വേജസിലേക്ക് വേണ്ടിയിട്ട് 3 ലാംഗ്വേജിലേക്ക് ചെയ്തൊരു ചിത്രമാണ് കൃഷ്ണൻ രാധയും. അടുത്ത പടവും അത് തന്നെയാണ്. അപ്പൊ അതിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഡയലോഗ് അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കാൻ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാകാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു മ്യൂസിക് എന്തെങ്കിലും ഒന്നും വേണം. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിയായിരിക്കരുത്. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. അതുകൊണ്ട് വീണ്ടും കാണാന്നല്ല, വീണ്ടും കണ്ടിരിക്കുന്നവരാ. ഞാനാ ചെറിയ ഡയലോഗ്. ഒന്നുമില്ല. അവർണ്ണനീയം, അവാച്യം, അത്ഭുതം. പേടിച്ചു പോയി തോന്നുന്നു. കൂടെ പുതിയ കുട്ടികളാണ് അവർ പേടിച്ചവരാ. ഇത് ആരാടാ പറഞ്ഞ ഈ ഡയലോഗ്? ഇത് സിനിമയിലെ ഒരു രാഷ്ട്രീയക്കാരനോട് പറഞ്ഞാണ്. അയാൾ വലിഞ്ഞാണോ അപ്പോഴും വണ്ടി എടുത്ത് പോയി? അല്ല അദ്ദേഹം എന്നെ വിഷയപ്പെടുത്തും. വില്ലനാണ്, ഈ സിനിമയിലെ വില്ലനാണ്, രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം വില്ലനാണ്. അപ്പൊ അദ്ദേഹം പറയും, ഓർത്തോ ഞാൻ രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ ഞാൻ പറയും, ചന്ദനം ചുമക്കുന്ന കഴുതയ്ക്ക് അതിന്റെ കനമേ അറിയൂ, ആ ചന്ദനത്തിന്റെ സുഗന്ധം അറിയില്ല. രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ നിന്നെപ്പോലുള്ള ചേറ്റകൾ അതിനെ മലിനമാക്കി. പോരെ എനിക്കിപ്പോൾ ആഗ്രഹം വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും ഇത് ഒരുപാട് വൈകിപ്പോയി. അങ്ങ് ഈ ദീപാവലിക്കല്ല, എത്രയോ വർഷത്തിന് മുമ്പുള്ള ദീപാവലിക്ക് ഈ പടം ഇറങ്ങേണ്ടതാണത്. കാരണം ഞാൻ ഒന്നും പറയുന്നില്ല, പോടും എന്നെ കൊണ്ട് ഞാൻ സത്യത്തിൽ അങ്ങ് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡയറക്ടർ പറഞ്ഞു, സാർ എനിക്ക് പേടിയുണ്ട്, കാരണം എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അറിയില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, ഞാനൊരു ഭീകരനാണോ? അല്ല അങ്ങനെയല്ല, അല്ല എങ്ങനെ പ്രതികരിക്കുന്നു? ഈ ചിരിയാണ് മലയാളി പ്രേക്ഷകന്റെ അല്ലെങ്കിൽ ഓരോ യുവാക്കൾക്ക് പ്രചോദനവും ആവേശവും ഒക്കെ ആയി തീർന്നത്. ഈ ചിരിയാണ്. ഈശ്വര എന്ത് പുണ്യം ചെയ്തിട്ടാണെന്ന് അറിയില്ല. എനിക്കൊരൊറ്റ ആഗ്രഹം ഉള്ളൂ. ഞാന് എഴുതി കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണത്. കാരണം ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടുന്ന അങ്ങേക്ക് എന്റെ ലവ് ലെറ്ററിന്റെ കാര്യമില്ല. എന്നാലും ശരി, ഞാൻ അങ്ങയുടെ കലാകാരനെ, അങ്ങയുടെ വ്യക്തിത്വത്തെ നമിക്കുകയാണ്, നോ ഡൗട്ട്. പക്ഷെ ഈ ഡയലോഗ് ഇത് അങ്ങേക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു നടനാണ് ലാലേട്ടൻ. അത് ഒന്നും കൂടി അത് കാണിച്ചിട്ട് നമ്മുടെ ഇവര് ആരും കണ്ടില്ലെന്ന് തോന്നുന്നു, ഒന്നുകൂടെ ഇരിക്കൂ സാർ പ്ലീസ്. അങ്ങേക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരം ലാലേട്ടനോ? ആറാം തമ്പുരാനിലെ സംഗീതം പഠിക്കുവാനായി ചെന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇത് മുഴുവൻ ഞാൻ പറയണം? ഇല്ല, വെറുതെ ലാലേട്ടൻ അപമാനിക്കണോ? ലാലേട്ടൻ വളരെ മനോഹരമായി പറഞ്ഞാണ്, ഞാൻ പറഞ്ഞു വെറുതെ കൊള്ളാല്ല. അത്തരം കഥാപാത്രങ്ങൾ ഒരുപക്ഷെ അങ്ങേ തേടി വന്നാലോ? അത്തരം കഥാപാത്രങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്നാലും നിങ്ങൾ തന്നതിലേക്ക് ഞാൻ പറയാം, പ്രത്യേകിച്ച് ലാലേട്ടന്റെ ഒരു ഡയലോഗ്. ആറാം തമ്പുരാനിൽ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗാണ്. സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം, അലഞ്ഞിട്ടുണ്ട് അതും തേടി, നിലാവിൽ
യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടന്നവന് പെട്ടെന്നാണ് ഒരു വെളിപ്പാടുണ്ടായത്. എന്തിനാ? ഗോളിയറിലേക്ക് വെച്ച് പിടിക്കാൻ. ചരിവ് കുറച്ച് വേണം, ചരിവ്. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിലും. ഉസ്താദ് ബാദുഷാ ഖാൻ. മൂപ്പര് നല്ല ഫിറ്റാ. എന്താ സംഭവം? അകത്ത് നല്ല ഒന്നാം തരം എ ക്ലാസ് ബാങ്ക്. ചെന്ന പാടെ ആവശ്യം അറിയിച്ചു. ദക്ഷിണ വെക്കാൻ പറഞ്ഞു. പൂരുതെണ്ടിയുടെ ഓട്ടക്കീസുകിൽ എന്താ ഉള്ളേ? ഒന്നുമില്ല. സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാരാഗത്തിൽ ഒരു സാധനം അങ്ങ് അലക്കി. ഉസ്താദ് ഫ്ലാറ്റ്. सबरों की जिंदगी जो कभी नहीं खत्म हो जाती है. शंभो महादेवा. ഞാനൊരു കഥ എഴുതിയിട്ട് അങ്ങേ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിച്ചാലോ, അല്ലെങ്കിൽ അങ്ങേ കൊണ്ട് അഭിനയിപ്പിച്ചാലോ? അപ്പൊ നമ്മുടെ ആ ഒരു കെമിസ്ട്രി എങ്ങനെ ഇരിക്കും? തീർച്ചയായിട്ടും നന്നായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിപ്പോൾ മറ്റുള്ള വർക്കുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സംവിധാനം, അഭിനയം, ഈ രണ്ട് കാര്യത്തിൽ മാത്രം 2 പ്രാവശ്യം ചിന്തിച്ച് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. 2 പ്രാവശ്യം ചിന്തിച്ച് ഏറ്റെടുക്കാൻ പറ്റും ഒരു പ്രൊജക്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ, നിങ്ങൾ പറഞ്ഞു ആദ്യ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും പലയിടത്തും ഫ്ലക്സ് ബോർഡുകൾ വെച്ചു. കുറെ പേര് എന്നെ സൂപ്പർ സ്റ്റാർ നമുക്കറിയാവുന്ന കാര്യമാണ്. പലരും താരങ്ങളൊക്കെ അവരുടെ ഫ്ലക്സ് വെക്കുന്നതിന്റെ അവർ തന്നെ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം നടന്നു പോകുമ്പോ നല്ല പരിചയമുള്ള നോക്ക്. എന്താ അങ്ങനെ എന്താ പറഞ്ഞത്? ഈവൻ എല്ലാ മറ്റുള്ള രാജ്യങ്ങളിൽ വരെ വെച്ചിട്ടുണ്ടെന്നാണ്. മെൽബണിലൊക്കെ നമ്മുടെ ഫ്ലക്സ് ബോർഡ് ഉണ്ട്. അപ്പം ഞാൻ പറയുന്ന പോയിന്റ് വെച്ചാൽ, അപ്പം ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വെറൈറ്റിയാണ്. ഏതർ ഞാൻ ചെയ്യുന്നത് ആളുകൾക്ക് ഒരു കലാകാരൻ്റെ ബേസിക് ആയിട്ടുള്ള ധർമ്മമാണ് മറ്റുള്ളവരെ എൻജോയ് ചെയ്യിക്കുക എന്നുള്ളത്. അപ്പം അതാണ് ഞാൻ ചെയ്യുന്നത്. എനിവേ ആളുകൾ ചിരിച്ചോ ആളുകൾ കരഞ്ഞോ നോ പ്രോബ്ലം. അവർ എൻജോയ് ചെയ്യുന്നു, അവരെ എൻജോയ് ചെയ്യുന്നു. അപ്പം ആളുകൾ എന്നിൽ കാണുന്നത് ഒരു വെറൈറ്റിയാണ്. അല്ലാതെ എന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള ഒരു കാരണം കൊണ്ടുമല്ല. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നൊക്കെ തന്നെയാണ് ഞാനും ചെയ്തെങ്കിൽ വലിയ കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ബുദ്ധിയുടെ തലത്തിൽ ബുദ്ധി ആവശ്യമുള്ളത് സംവിധായകന് മാത്രമാണ്. ഒരു സിനിമയിൽ സംവിധായകന് മാത്രമേ ബുദ്ധിയുടെ ആവശ്യമുള്ളൂ. ബാക്കി നടനെ ഒരു സംവിധായകൻ കൊടുക്കുന്ന റോള് ചെയ്യാനേ പറ്റൂ. ഞാൻ പറഞ്ഞ ബുദ്ധിയുടെ ഞാൻ പറയുന്ന പോയിന്റ് വെച്ചാൽ, സ്വന്തമായി നമുക്കൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു തിരക്കഥയിലുള്ള റോളെ ഒരു നടൻ അഭിനയിക്കാൻ പറ്റും. ക്യാമറമാനെ അതാ ഞാൻ പറയുന്നത്. ഇവിടെ അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയുടെ ആംഗിളാണ് കേട്ടോ, തെറ്റിയായിരിക്കരുത്. അല്ലാണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധി വേണ്ട, തെറ്റിയായിരിക്കരുത്. അതേപോലെ കുറച്ചെങ്കിലും ക്രിയേറ്റിവിറ്റി കിട്ടുന്നതാണ് സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഇയാൾ സംവിധായകൻ എന്ത് പറഞ്ഞാലും സംഗീത സംവിധായകൻ അയാളുടെ ഒരു ഐഡിയയിൽ ഇയാൾ എന്ത് എഴുതി വെച്ചാൽ അയാളുടെ ചില ഐഡിയാസ് ഒക്കെ അതിൽ ഉപയോഗിച്ച് ചില രാഗങ്ങളിലൊക്കെ നമുക്ക് ചുറ്റപ്പെടുത്താം. അപ്പൊ അതുകൊണ്ട് ബുദ്ധിയുടെ ആംഗിളിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഡയറക്ടർ. അതുകൊണ്ട് ഞാനൊരു സിനിമയുടെ ഡയറക്ഷൻ ഏറ്റെടുക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം ചിന്തിക്കണം. കാരണം വെറൈറ്റി വിചാരിച്ചില്ല ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു. ഞാൻ മറ്റുള്ളവർ ചെയ്യുന്നൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നതെങ്കിൽ ആളുകൾ എന്നെ മടുക്കും. അതുകൊണ്ട് അതേപോലെ തന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ അപ്പൊ ഇത് രണ്ടും ഞാൻ ശ്രദ്ധിച്ചേറ്റെടുക്കും. അതല്ലാത്ത എന്തും ഞാൻ സ്വതന്ത്രമായിട്ട് മറ്റുള്ളവരുടെ വർക്ക് ഏറ്റെടുക്കാൻ എനിക്ക് വളരെ സന്തോഷമുള്ളൂ. നിങ്ങളുടെ വർക്കായാലും ഞാൻ വളരെ സന്തോഷമായിട്ടെടുക്കും. വാലും തലയും